എന്നെപ്പോലെ ആരോഗ്യമുള്ള ആൾക്കാർ എന്തെല്ലാം ചെയ്തു. എന്നെക്കാൾ ആരോഗ്യം കുറഞ്ഞവരും എന്റെ അതേ പ്രായമുള്ള ആളുകളും ഇന്ന് 5 ജുസ് ഓതിയവരുണ്ട്. ഞാൻ എത്രയാ ഓതിയത് എന്ന് ചിന്തിക്കണം. ഇന്ന് പ്രത്യേകം വെള്ളിയാഴ്ച രാവാണ്. പകലിൽ തന്നെ പകലും രാവും, നാളത്തെ പകലും ഇന്നത്തെ രാവും കണക്കാക്കി ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഓരോ വെള്ളിയാഴ്ച രാവും വരുമ്പോൾ മാറി മാറി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ എത്രയാ ചൊല്ലിയത്, എനിക്കെത്ര ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് തന്നിരുന്നു, പക്ഷേ ഞാൻ എന്തിനാ മുടക്കിയത്? ഖുർആന് ഖത്മ് തീർത്തോന്ന് ചോദിച്ചാൽ പലരും ചോദിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ ചോദ്യം, അതിന്റെ റമദാൻ മാസം വരണ്ടേ? ഖുർആൻ നിങ്ങൾ ഒരു മാസത്തിൽ ഒരു ഖത്മൊക്കെ തീർക്കുമെന്ന് വെച്ചാൽ ആളുകൾ ചോദിക്കും, ഉസ്താദ് റമദാൻ അല്ലല്ലോ, ഇത് ജമാദുൽ അവ്വൽ മാസമല്ലേ, ജമാദുൽ ഊലല്ലേ, ഇനിയും കുറച്ച് മാസം കഴിഞ്ഞിട്ടല്ലേ റമദാൻ വരാനുള്ളത്. റമദാനിൽ മാത്രം ഒരു ഖത്മ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആരാ പഠിപ്പിച്ചു? റമദാനിലെ ഖത്മിന്റെ എണ്ണം കൂട്ടണമെന്നാ. എല്ലാ മാസവും തീർക്കണം. 40 ദിവസം ഖത്മിനെ തൊട്ട് പിന്തിക്കുന്നത് കറാഹത്താണെന്ന് ഇമാം അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വർത്തമാന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മോട് ചേർത്തി പറയേണ്ട ഒരു മസലയല്ല അത്, മുൻഗാമികളോട് ചേർത്തി പറയേണ്ടതാണ്. ഇപ്പൊ വീട്ടിലുള്ള ധാരാളം പണികളുണ്ട് എന്നാ സഹോദരിമാര് പറയുന്നത്. എന്താ പണി? പഴയ കാലത്തൊക്കെ വെള്ളം കോരാൻ തന്നെ വേണം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. ആരാ കിണറ്റിൽ പോയി വെള്ളം കോരുന്ന ആൾക്കാർ? എപ്പോഴെങ്കിലൊക്കെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ കോരി കുളിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ കോരിയുള്ള വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം. അള്ളാഹു തന്ന നിയമത്തല്ലേ. സഹോദരിമാരെ എങ്ങനെ എന്താ പറയാ? അമ്മിക്കുട്ടി എന്നല്ലേ പറയാ, അമ്മി എന്നല്ലേ പറയാ അല്ലേ? അരക്കുന്ന സാധനത്തിന് വേറെന്തോ പേരുണ്ടോ? അതങ്ങനെ പിടിച്ചു വരസുന്ന എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എത്ര ടൈം. ഇന്നതിന് സംവിധാനങ്ങൾ വന്നു. ഭക്ഷണത്തിൽ വേവാകുന്നത് പോലും കറക്റ്റായി സിഗ്നൽ വന്നു കഴിഞ്ഞു. മുമ്പതങ്ങനെ നോക്കി നിൽക്കേണ്ടിയിരുന്നു. ഇന്ന് ഡൈനിങ് ഹാളിൽ ഉള്ളിലിരുന്നിട്ട് വിസിലിന്റെ എണ്ണം കണക്കാക്കി ഓഫാക്കുന്ന സംവിധാനങ്ങളാണ്. മാംസമാണ് വെച്ചിരിക്കുന്നത്, മത്സ്യമാണ്, ധാന്യമാണ്. വിസിലിന്റെ കണക്ക് ഇങ്ങനെ കൂട്ടിയിട്ടത് ഓഫ് ചെയ്താൽ മതി, കഴിഞ്ഞു. സഹോദരങ്ങളെ, അലക്കാൻ പോലും മലക്ക് മെഷീനുകളാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പറയും സമയം പോരാ അല്ലേ? നമ്മളെക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ ഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിച്ച അമലുകളുടെ ഖനവും അതിന്റെ കട്ടിയും നമ്മൾ ആഖിറത്തിൽ വന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പറയരുത് മറ്റുള്ള ആൾക്കാർ പറയും പോലെ